2025 വിട പറഞ്ഞ് 2026 എത്താറായിരിക്കുന്നു. ഓരോ വർഷവും വിരുന്നെത്തുന്നത് ഒട്ടേറെ അവധികളുമായാണ്. 2026 ആരംഭിക്കുന്നത് തന്നെ സ്കൂൾ വിദ്യാർത്ഥികളും ജോലിക്കാർക്കും കൈനിറയെ അവധികളുമായാണ്. ഓരോ മാസവും ആരംഭിക്കുന്നതിന് മുൻപും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് അവധികളുടെ പട്ടികയും പുറത്തുവിടാറുണ്ട്. എന്നാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അനുസൃതമായി അവധിയിൽ വ്യത്യാസമുണ്ടാകും. പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തും അവധി ദിനങ്ങൾ വ്യത്യസ്തമാവാം. ചില സംസ്ഥാനങ്ങളിൽ ബാങ്കുകൾ അവധിയാണെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ സാധാരണ പോലെ പ്രവർത്തിക്കും. പുതുവത്സര തലേ ദിവസത്തിലും പുതുവത്സര ദിനത്തിലും ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുമോ എന്ന് ആളുകൾക്ക് സംശയമുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവധിക്കാല കലണ്ടർ അനുസരിച്ചാണ് ഈ അവധികൾ. എന്നാൽ ഈ അവധികൾ രാജ്യമെമ്പാടും ഒരുപോലെ ആകണമെന്നില്ല. 2025 ഡിസംബർ 29-നും 2026 ജനുവരി 4-നും ഇടയിൽ വാരാന്ത്യങ്ങൾ, പുതുവത്സര ദിനങ്ങൾ, സംസ്ഥാന അവധി ദിവസങ്ങൾ എന്നിവ കാരണം രാജ്യത്തുടനീളമുള്ള ബാങ്കുകൾ നിരവധി ദിവസങ്ങളിൽ അടച്ചിരിക്കും. ഓരോ സംസ്ഥാനത്തും അടച്ചിടൽ വ്യത്യസ്തമാകും. 2025 ഡിസംബർ 29 ചൊവ്വാഴ്ച മുതൽ 2026 ജനുവരി 2 വരെ വിവിധ ബാങ്കുകൾക്ക് അവധിയായിരിക്കും. ഡിസംബർ 30-ന് ഷില്ലോങ്ങിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കും. ഡിസംബർ 31-ന് ഐസ്വാളിലും ഇംഫാലിലും മാത്രമായിരിക്കും ബാങ്കുകൾക്ക് അവധി. മറ്റ് സംസ്ഥാനങ്ങളിലെ ബാങ്കുകൾ സാധാരണ പോലെ പ്രവർത്തിക്കും. പുതുവത്സര ദിനമായ 2026 ജനുവരി 1-ന് ചെന്നൈ, കൊൽക്കത്ത, ഐസ്വാൾ, ഗാംഗ്ടോക്ക്, ഇംഫാൽ, ഇറ്റാനഗർ, കൊഹിമ, ഷില്ലോങ് എന്നിവിടങ്ങളിലെ ബാങ്കുകൾക്ക് മാത്രമായിരിക്കും അവധി. ഈ നഗരങ്ങൾക്ക് പുറത്തുള്ള ബാങ്കുകൾ സാധാരണ പോലെ പ്രവർത്തിക്കും. 2026 ജനുവരി 2-ന് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കൊച്ചി, തിരുവനന്തപുരം, ഐസ്വാൾ എന്നിവിടങ്ങളിലെ ബാങ്കുകൾക്ക് അവധിയായിരിക്കും. ജനുവരി 2 വെള്ളിയാഴ്ച കേരളത്തിൽ ബാങ്ക് അവധിയാണ്. പുതുവത്സരാഘോഷം, മന്നം ജയന്തി എന്നിവയോടനുബന്ധിച്ചാണ് ഈ അവധി. ബാങ്ക് അവധിയാണെങ്കിലും നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, UPI, ATM സേവനങ്ങൾ എന്നിവ ലഭ്യമാകും. എന്നാൽ ചെക്ക് ക്ലിയറിംഗ് പോലുള്ള നേരിട്ടുള്ള സേവനങ്ങൾ ലഭ്യമായിരിക്കില്ല. ഹസ്രത്ത് അലിയുടെ ജന്മദിനം ആചരിക്കുന്നതിനായി ജനുവരി 3-ന് ചില സംസ്ഥാനങ്ങളിലെ ബാങ്കുകൾക്ക് അവധിയായിരിക്കും. സാധാരണ അവധി ദിവസമായ ഞായറാഴ്ച ജനുവരി 4-ന് ഇന്ത്യയിലുടനീളമുള്ള ബാങ്കുകൾക്ക് അവധിയാണ്. ഇന്ത്യയിലെ പ്രധാന ബാങ്കുകളായ SBI, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവ സാധാരണയായി രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ പ്രവർത്തിക്കും. ICICI, HDFC, ആക്സിസ്, യെസ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 അല്ലെങ്കിൽ 3:30 വരെ പ്രവർത്തിക്കും. ബാങ്ക് ഓഫ് ബറോഡ രാവിലെ 9:45 മുതൽ വൈകുന്നേരം 4:45 വരെയും കാനറ ബാങ്ക് രാവിലെ 10 മുതൽ വൈകുന്നേരം 3:30 വരെയും പ്രവർത്തിക്കും. ജനുവരി 1-ന് പുതുവത്സര ദിനം, ജനുവരി 2-ന് പുതുവത്സര ആഘോഷം, മന്നം ജയന്തി, ജനുവരി 3-ന് ഹസ്രത്ത് അലിയുടെ ജന്മദിനം, ജനുവരി 12-ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം, ജനുവരി 14-ന് മകരസംക്രാന്തി, ജനുവരി 15-ന് പൊങ്കൽ, മകരസംക്രാന്തി, ജനുവരി 16-ന് തിരുവള്ളുവർ ദിനം, ജനുവരി 17 ഉഴവർ തിരുനാൾ, ജനുവരി 23 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനം, ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനം എന്നീ ദിവസങ്ങളിലാണ് ജനുവരിയിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കാൻ സാധ്യതയുള്ള പ്രധാന അവധി ദിവസങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.